അസുര പ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. മിഴി വേദയ്ക്കടുത്തെത്തി. വേദയുടെ തലയിലെ കെട്ടുകാണി അവൾക്ക് വീണ്ടും സങ്കടം തോന്നി. വേദ പതിയെ കണ്ണു ചിമ്മി തുറന്നു മുന്നിൽ നിൽക്കുന്നവളെ നോക്കി. മിഴി. വളരെ നേർത്ത ശബ്ദം. മിഴി മൂളിക്കൊണ്ട് അവളുടെ നീരുവെച്ച കവളിൽ പതിയെ തലോടി. ഒന്നുമില്ല പെണ്ണെ, ഞാൻ ഓക്കെയാണ്. വേദ അവളുടെ കവളിലിരിക്കുന്നു മിഴിയുടെ കയ്യിൽ തലോടി പറഞ്ഞു. പേടിച്ചു പോയി ഞാൻ. മിഴി വേദയ്ക്കടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു. ദേവേട്ടൻ? വേദ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ല, നമ്മളിവിടെ കൊണ്ടുവന്നത് യാദവേട്ടനാണ്. എന്നെയും ഡോക്ടറെ കാണിച്ച് ട്രിപ്പിട്ട് മുറിയിലാക്കി. പിന്നെ ഉണർന്നപ്പോ ഇവരാണ് കൂടെയുള്ളത്. മിഴി പറഞ്ഞുകൊണ്ട് അവൾക്ക് പുറകിൽ നിൽക്കുന്ന ജഗനെ നോക്കി. വേദയും അപ്പോഴാണ് അവരെ കാണുന്നത്. യാദവും ദേവേട്ടനും? വേദ അവരോട് ചോദിച്ചു. അറിയില്ല, തിരിച്ചവർ വരും വരെ ഇവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞു. വേദയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ജഗൻ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. ഇല്ല, വേദ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയിരിക്കുന്നു. മിഴിയെ നോക്കി കണ്ണു ചിമ്മി. മിഴിയും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വേണു ഉറക്കെ നിലവിളിച്ചു. അയാളെ അത്രയും ഉയരത്തിൽ തലകീഴായി കെട്ടിയിരിക്കുന്നു. അയാളുടെ തലയ്ക്ക് നേരെ താഴെയായി ഒരു വലിയ ടാങ്കറും അതിൽ പിരാന മീനുകളെയും കാണി വേണു ഉറക്കെ നിലവിളിച്ചു. അയാളുടെ നിലവിളിക്കനുസരിച്ച് അർജുൻ അയാളെ കെട്ടിത്തൂക്കിയ കയറും അയക്കുകയും മുറുക്കുകയും ചെയ്തു. അയാളുടെ ഭയത്തോടെയുള്ള നിലവിളി ആസ്വദിച്ചുകൊണ്ട് അവൻ ആ ചെയറിലിരുന്ന ശേഖരനെ ചിത്രവധം ചെയ്യുന്ന ഹരിയെ നോക്കി. അവന്റെ കണ്ണിലെ ആ ദേഷ്യവും പകയും ഇന്നുവരെ അർജുൻ പോലും കണ്ടിട്ടില്ലായിരുന്നു. ശേഖരന്റെ മുഖത്തു നിന്നും നെഞ്ചിൽ നിന്നും രക്തം തുള്ളികളായി ഒഴുകി നിലത്തേക്ക് ഇറ്റു വീണുകൊണ്ടിരുന്നു. അയാളുടെ കാലിൽ നിന്നും ഹരി അറുത്തുമാറ്റിയ വിരലുകളാണ് ഇപ്പൊ പിരാന മീൻ ഭക്ഷിക്കുന്നത്. ശേഖരൻ ഭയം കൊണ്ട് അലറി വിളിച്ചു. ഇതെല്ലാം പാതി അടഞ്ഞ കണ്ണുകൾ കൊണ്ട് കണ്ട സുമ ഇരുന്ന ഇറപ്പിൽ വിറച്ചുപോയി. നിർത്തണോ, ഇനി നിന്റെ നിലവിളി ഇവിടെ കേട്ട ഒന്നോടെ കൊണ്ടിട്ട് കൊടുക്കും ഞാൻ. ഹരിശേഖരന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. കടുത്ത ദേഷ്യത്തിലും ശേഖരൻ പല്ലുകൾ കൂട്ടിപ്പിടിച്ച് വേദന കടിച്ചമർത്തി. നിന്നെ അതുങ്ങള് പോലും ഭക്ഷിക്കില്ലടാ ശേഖര. സ്വന്തവും ബന്ധവും തിരിച്ചറിയാത്ത ദ്രോഹിയാണ് നീ. നിന്റെ ഈ ശരീരം ഉണ്ടല്ലോ, ഉഴുത്ത് നരകിച്ച് തീരേണ്ടതാണ്. ഹരി അയാളുടെ മുഖത്തേക്ക് മുഖമടിപ്പിച്ച് പറയേ അയാളുടെ ശരീരം കിടുകിടാ വിറച്ചു. ഹരി അയാളിൽ നിന്നകന്നു സുമയുടെ അരിയിലേക്ക് പോയി അവൾക്ക് നേരെ നിന്നു. നരമ്പുകളെല്ലാം പിടഞ്ഞു പൊങ്ങി വിളറിയ മുഖത്തോടെ ഇരിക്കുന്ന സുമയെ അവൻ ഉറ്റുനോക്കി. നിങ്ങളാണ് ഇതിന്റെ എല്ലാ സൂത്രധാരനും എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നേ ഇവരെക്കാൾ വലുത് നിങ്ങൾക്ക് ഞാൻ പ്ലാൻ ചെയ്തേനെ. എന്നാലും കുറയ്ക്കാതെ തന്നെ ഏട്ടൻ തന്നിരിക്കും. ഹരി അവരോട് പറഞ്ഞുകൊണ്ട് അർജുനെ നോക്കി. അർജുൻ സിഗരറ്റ് നിലത്തേക്കിട്ട് ഒരു കാലുകൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് വേണുവിനെ ബന്ധിപ്പിച്ച കയർ ഗാർഡ്സിനെ ഏൽപ്പിച്ച് അവരോട് അയാളെ തിരിച്ചു കെട്ടി നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹരിക്കടുത്തേക്ക് ചെന്നു. ഞാൻ എങ്ങനെയാ അവരെ തിരിച്ചറിയാൻ നിനക്കറിയോ ഹരി? അർജുൻ സുമയെ ഉറ്റുനോക്കി ചോദിച്ചു. ഇല്ലേട്ടാ. എങ്ങനെയാ? ഹരിയും ചോദിച്ചു. നമ്മൾ തറവാട്ടിൽ വന്ന ദിവസം നിങ്ങൾ എല്ലാവരും അകത്തു പോയി കഴിഞ്ഞു. പുറത്തു നിന്ന് എന്റെ അടുത്തേക്ക് നിങ്ങൾ വന്നു. അർജുൻ പറഞ്ഞുകൊണ്ട് സുമയുടെ മുഖം അവർ നേരെ ഉയർത്തി. അന്ന് എന്റെ അടുത്ത് വന്ന് ഇവര് പറഞ്ഞ കഥ ഒരു നിമിഷം ഞാൻ വിശ്വസിച്ചു. പക്ഷെ എന്റെ പെണ്ണിനെ നോക്കിയ ഇവരുടെ കണ്ണിലെ ദേഷ്യവും പകയും അതാണ് സുമേ നിങ്ങളുടെ പൊയ്മുഖം എനിക്ക് മനസ്സിലാക്കി തന്നത്. അർജുൻ പകയോട് അവരോട് പറഞ്ഞു. സുമ കണ്ണു വലിച്ചു അവരെ രൂക്ഷമായി നോക്കി. അർജുന്റെ ഓർമ്മ ആ നിമിഷത്തിലേക്ക് പോയി. ഗാർഡ്സിനെയും ആ വസിഷ്ഠ കുടുംബത്തെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഗാർഡനിൽ നിൽക്കുന്ന അർജുന്റെ അടുത്തേക്ക് സുമ വന്നു. അർജുൻ മോനെ, എന്തൊക്കെയോ ആലോചിച്ചെന്ന സുമ അർജുന്റെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. എന്താറ്റി? എന്തു പറ്റി? അർജുൻ സൗമ്യമായി തന്നെ അവരോട് ചോദിച്ചു. മോനെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിപ്പറ്റും. നിങ്ങളെ എല്ലാവരെയും കൊല്ലും അവരെല്ലാവരും ചേർന്ന്. സുമ മുഖത്ത് ഭയം വരുത്തിക്കൊണ്ട് പറഞ്ഞു. അറിയാ ആന്റി, അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാ ഞങ്ങൾ വന്നത്. എല്ലാം ഇനി നേരില്ല. അവൻ പുച്ഛത്തോടെ തിരിച്ചുകൊണ്ട് പറഞ്ഞു. മോനെ, അങ്ങനെയല്ല. നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. നിന്നോടും ഹരിയോടും ഉള്ളതിനേക്കാൾ പക അവർക്ക് ഏറ്റവും കൂടുതൽ വേദിയോടാണ്. അവളെ ഓർത്തെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, സുമ അവനോട് പറഞ്ഞു. അവർക്ക് മാണിക്കോത്ത് നിന്ന് അവരെ മാറ്റി നിർത്തണമായിരുന്നു. വേദയോട് എന്തിനാ? അർജുൻ എന്നും സംശയമുണ്ടായിരുന്ന ചോദ്യമായിരുന്നു അത്. വേദയോട് ഇവർക്കുള്ള പകയുടെ കാരണം മോനറിയില്ലേ? നിങ്ങളുടെ മുത്തശ്ശനുണ്ടായിരുന്ന സമയം എഴുതിയ വിൽപത്രത്തെ കുറിച്ചും ഈ തറവാടിന്റെ രീതിയെ കുറിച്ചുമെല്ലാം
സുമ കൗശലത്തോടെ അവനെ നോക്കി. ആന്റി എന്തേ പറഞ്ഞു വരുന്നത്? അർജുന്റെ കണ്ണുകൾ കുറഞ്ഞു. അവൻ സുമയുടെ മുഖത്ത് മാറി മാറി വരുന്ന ഭാവങ്ങൾ നോക്കി നെറ്റി ഒളിച്ചു. നിന്റെ മുത്തശ്ശനുണ്ടായിരുന്ന സമയത്ത് പോലും ഈ തറവാട്ടിലെ ഭൂരിഭാഗം സ്വത്തിന്റെ അവകാശവും അധികാരവും പെൺമക്കൾക്കാണ്. അതിൽ നിലവിൽ താമസിക്കുന്നു ശേഖരന് ഞങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. അതാണ് ശേഖരേട്ടൻ വേദയോട് രാധികയോടുമുള്ള ദേഷ്യം കൂടുതൽ തോന്നിയത്. അത് മുൻകൂട്ടി കണ്ട മുത്തശ്ശൻ വിൽപത്രമാക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ എല്ലാം മരണത്തിന് ശേഷം തറവാടിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രീതി അനുസരിച്ച് സ്ത്രീകൾക്കാണ് അവകാശം കൂടുതൽ. അത് വന്നു നിന്നത് എന്നിലും. അപ്പോഴാണ് ശേഖരനേട്ടൻ നടങ്ങിയത്. പക്ഷേ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പിന്നീടാണ് അതിന്റെ ഗൗരവ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അതായത് അമ്മയുടെ സ്വത്തുക്കൾ മക്കളായി നിനക്കും ഹരിക്കും വന്നു ചേരും. പക്ഷെ അതിൽ പൂർണ്ണമായ അധികാരമുള്ളത് നിങ്ങളുടെ ഭാര്യമാർക്കും. അതായത് നീ വിവാഹം കഴിച്ച വേദയ്ക്കാണ് മാണിക്കോട് തറവാറിന്റെ അധികാരാവകാശം. ഇത് കയ്യിൽ വരാൻ വേണ്ടിയാണ് ഗായത്രിയെ കൊണ്ട് ശേഖരേട്ടൻ നിന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയത്, വേദയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷെ നിങ്ങളുടെ ഈ പെട്ടെന്നുള്ള വിവാഹം കൊണ്ട് എല്ലാം തകിടം മറന്നു. ഇപ്പൊ എല്ലാം കൈവിട്ടുപോയി അർജുൻ. ഗായത്രിക്ക് വല്ലാത്ത ദേഷ്യവും പകയുമാണ് വേദയോട്. അവൾ ഏത് നിമിഷവും എന്തും ചെയ്യും. നീ അവരെ കൊണ്ട് ഇവിടുന്ന് പൊക്കും. ആന്റി നോക്കിക്കോളല്ല, വേഗം ഇവിടുന്ന് പോകണം. ഇല്ലേ എല്ലാവരെയും കൊല്ലുവർ. സുഭയത്തോട് അവരെ നോക്കി പറഞ്ഞു. അർജുൻ ഒന്നും മിണ്ടാതെ അവരെ നോക്കി. എന്തൊക്കെയോ അവർ പറഞ്ഞതിൽ സംശയം അവന് ബാക്കിയായി. ഞാൻ നോക്കിക്കോളാം ആന്റി, നാളെ ഹരി പോയി കഴിഞ്ഞു എന്താന്ന് വെച്ച് ഞാൻ ചെയ്തോളാം, അർജുൻ അവരോട് പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. പക്ഷെ അവരുടെ കണ്ണുകൾ ആ നിമിഷം മുകളിൽ ബാൽക്കണിയിൽ നിൽക്കുന്ന വേദിയിലും മിഴിയിലുമായിരുന്നു. അവരുടെ കണ്ണിലെ ദേഷ്യം, വേദിയെ നോക്കുമ്പോഴുള്ള പുച്ഛം. അർജുൻ അവരെ ഉറ്റുനോക്കി. ആന്റി ചെല്ലി, അർജുൻ അവരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. എത്ര ആലോചിച്ചിട്ട് എനിക്കൊന്നും ക്ലിയർ ആയില്ല കുഞ്ഞ. പക്ഷെ ഇവർക്ക് എന്തോ ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആലോചിച്ചു നിന്നപ്പോഴാണ് ഇവർ പറഞ്ഞ ഒരു കാര്യത്തിൽ എന്റെ മനസ്സുടക്കിയത്, അർജുൻ പറഞ്ഞുകൊണ്ട് സുമയെ പുച്ഛത്തോടെ നോക്കി. പിന്നീട് അവരുടെ എല്ലാം മരണത്തിന് ശേഷം തറവാടിൽ നടന്നുപോയ രീതി വെച്ച് സ്ത്രീകൾക്കാണ് അവകാശം കൂടുതൽ. അത് വന്നു നിന്നത് എന്നിലും. അപ്പോഴാണ് ശേഖരനേട്ടനും നടങ്ങിയത്. ആന്റി നോക്കിക്കോളാല്ല, അങ്ങനെയല്ലേ ആന്റി പറഞ്ഞത്? ഇവിടെ നിങ്ങൾക്ക് അർജുന്റെ മുന്നിലെ നാടകം പൊളിഞ്ഞു പോയല്ലേ ആന്റി? അർജുൻ അവരോട് ചോദിക്കേ. തന്റെ പ്ലാൻ പാളിയത് ഇവിടെയാണെന്ന് സുമയ്ക്ക് മനസ്സിലായി. പൊന്നു കുഞ്ഞോര മോള്, എന്റെ ലച്ചുവിനെ തന്നെ നിങ്ങൾക്ക്? ഹരിദേഷ്യത്തോടെ അലറിക്കൊണ്ട് അവന്റെ കയ്യിലെ ബ്ലേഡ് വെച്ച് സുമയുടെ മുഖത്ത് പറഞ്ഞു. ആ സുമ വറ്റി വരേണ്ട ശബ്ദത്തോടെ നിലവിളിച്ചു. കേട്ടോ, ഇവർക്ക് ഇവരെക്കാൾ കൂടുതൽ നരകിപ്പിച്ച് വേണം മരണം നൽകാൻ. അത്രയും വേദനിച്ച് ഭയാനകരമാകണം ഇവരുടെ മരണം, ഹരി അർജുനോട് അതേ ദേഷ്യത്തിൽ പറഞ്ഞു. പക്ഷെ അർജുൻ അവർക്കായി മനസ്സിൽ കണ്ടത് വേറൊന്നായിരുന്നു. അങ്ങനെയല്ല കുഞ്ഞ്, ഇവർ മരിക്കാൻ പാടില്ല, ജീവിക്കണം. എങ്ങനെയാണെന്നറിയോ ഇവർ ജീവിക്കേണ്ടത്? മാണിക്കോത്ത് തറവാട്ടിൽ വരുമ്പോ ഇവരെങ്ങനെ ജീവിക്കണമെന്ന് കരുതി അതിന്റെ വിപരീതമായിരിക്കണം ഇവരുടെ ജീവിതം. ആവശ്യത്തിൽ കൂടുതൽ പണവും ആർഭാടവും ഞാനെന്ന അഹങ്കാരം എല്ലാം കൊണ്ട് എല്ലാവരെയും ചതിച്ച് ഇവർക്ക് അങ്ങനൊരു ജീവിതമാണ് വേണ്ടത്. ചെയ്തു പോയതിനെ കുറിച്ച് പശ്ചാത്താപം പോലും ഉണ്ടാകാത്ത രീതിയിൽ സ്വയം ആരെന്ന് പോലും അറിയാതെ ഇവര് നരകിച്ച് ജീവിക്കണം. അതാണ് ഇവർക്ക് വേണ്ടത്. അർജുൻ പറഞ്ഞു കേൾക്കാൻ ഹരിയുടെ കണ്ണുകൾ പൈശാചികമായി തിളങ്ങി. എങ്കിൽ സുമയുടെ ശരീരം വിറച്ച് കണ്ണുകൾ മിഴിഞ്ഞ് പ്രേതത്തെ കണ്ടതുപോലെ അവർ അർജുനെ നോക്കി. അല്ല, യഥാർത്ഥ അസുരനെ നേരിൽ കണ്ടു സുമ. മതിയേട്ടെ, അങ്ങനെ മതി. നമ്മുടെ കൺമുന്നിലുണ്ടാവണം ഇവർ, ഹരി പറഞ്ഞുകൊണ്ട് സുമയെ നോക്കി വല്ലാത്തൊരു ക്രൂരമായ ഭാവത്തിൽ ചിരിച്ചു. പിന്നെ അർജുനെ നോക്കി. അവന്റെ നോട്ടം പിരാനകൾക്ക് നേരെ തൂങ്ങി നിൽക്കുന്ന വേണുവിലായിരുന്നു. ഹരി അയാളിൽ നിന്നും മുഖം മാറ്റി. പാടില്ല, അച്ഛനെന്നല്ല ജന്മം തന്നു എന്ന പരിഗണന പോലും മനസ്സിൽ തോന്നാൻ പാടില്ല, ഹരി സ്വയം മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ആ നേരം അർജുൻ ഗാർഡ്സിന്റെ അടുത്തേക്ക് ചെന്ന് അവരുടെ കയ്യിലെ കയർ വാങ്ങി വേണുവിന്റെ 2 കാൽഭാഗം ആ വെള്ളത്തിലേക്ക് താഴ്ത്തി. വേണുവിന്റെ ഉറക്കെയുള്ള അലറിക്കരച്ചിലാണ് ഹരിയെ സുബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അവൻ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു. പിരാനകൾ കടിച്ചു പറിക്കുന്ന അയാളുടെ കാലുകൾ കാണി ഹരി അതിനെ തന്നെ ഉറ്റുനോക്കി നിന്നു. പിരാനകൾ അയാളുടെ കാലുകളെ മാറി മാറി കടിച്ചു കീറി ഭക്ഷിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അയാളുടെ മുട്ടിന് താഴെയുള്ള ഭാഗം പിരാനകൾ ഭക്ഷിച്ചു കഴിഞ്ഞതും അർജുന കയർ വലിച്ചുയർത്തി മുകളിലായി അയാളെ കെട്ടി നിർത്തി. അയാളുടെ കാലിൽ നിന്നും രക്തം കുതിച്ചൊഴുകി ആ വെള്ളത്തിലേക്ക് വീണു. "Kill me, you bastard!"
ഹാ! വേദനയിൽ പിടഞ്ഞുകൊണ്ട് വേണു ആക്രോശിച്ചു. അർജുൻ അത് കേട്ട് ചിരിച്ചു. പതിയെ അത് ആ കെട്ടിടം കുലുക്കും പോലെയുള്ള ഉറക്കിയുള്ള പൊട്ടിച്ചിരിയായി മാറി. അവന്റെ അഭ്രാന്തമായ ചിരിയെ വേണുവും ശേഖരനും സുമയും ഭയത്താൽ വിറച്ചു. വേണുവിന്റെ അവസ്ഥ കാണി തന്റെ ജീവനൊന്ന് പെട്ടെന്ന് തീർന്നു പോയിരുന്നെങ്കിലും നാശിച്ചുപോയി ശേഖരൻ. അയാൾ ദയനീയമായി ഹരിയെ നോക്കി. പക്ഷെ അവന്റെ മുഖത്ത് ദയയുടെ ഒരംശം പോലുമില്ല എന്നുള്ളത് അയാളെ കൂടുതൽ തളർത്തി. പെട്ടെന്ന് നിന്റെ ജീവൻ ഞാൻ എടുക്കില്ല ശേഖര, ഇനിയും ബാക്കിയുണ്ട്. ഹരി അയാളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. അർജുൻ ചിരി നിർത്തി അയാളെ ക്രൂരമായി നോക്കി. ഇത്രയല്ലേ ആയുള്ളൂ എന്ന ആശ്വാസം നീ കണ്ടെത്തിക്കോ വേണം. കാരണം നിന്നെ ഇനി കാത്തിരിക്കുന്നത് ഇതിലും വലുതാണ്. എന്റെ കൈ കൊണ്ട് വെട്ടി നുറുക്കും നിന്നെ ഞാൻ. അർജുൻ പറയ വേണുവിന്റെ കണ്ണുകൾ പുറത്തു ചാടുമെന്ന പോലെ. അർജുൻ അയാളുടെ ആ പേടി ആസ്വദിച്ചുകൊണ്ട് ഗാർഡ്സിനെ നോക്കി എന്തോന്ന് കൈകൊണ്ട് കാണിച്ചു. അവൻ പുറത്തേക്ക് പോയി. തിരികെ വന്നത് അർജുൻ സുമയ്ക്ക് അരികിൽ ചെന്ന് നിന്നു. ഇനി നമുക്ക് തുടങ്ങാം, അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അർജുൻ അവരുടെ കയ്യിലേക്ക് കെട്ടഴിച്ച് ചേറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ആകെ കുഴഞ്ഞുപോയ അവരുടെ ശരീരം നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടി. അപ്പോഴേക്കും അർജുൻ പറഞ്ഞതുപോലെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഗാർഡ്സ് അവനായി വഴിയൊരുക്കി. അവിടെ തന്നെയുള്ള ഒഴിഞ്ഞൊരു ചെറിയ മുറിയിലേക്ക് അർജുൻ അവരുമായി കയറി അവരെ മുന്നിലേക്ക് തള്ളി. സുമ ചെന്ന് വീണത് ഒരു നീളൻ ട്രോളി പോലുള്ളതിലായിരുന്നു. അവർ പിടിച്ചെഴുന്നേൽക്കാൻ നോക്കി. ഗാർഡ്സ് അവരെ പിടിച്ചതിൽ കിടത്തി. കാലുകളും കൈകളും അവരുടെ ശരീരവുമെല്ലാം അനക്കാൻ പറ്റാത്ത രീതിയിൽ ബന്ധിപ്പിച്ചു. ഹരിയെല്ലാം നോക്കി നിന്നതേ ഉള്ളൂ. അർജുൻ കെട്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി. ഈ തലയിൽ നിന്നല്ലേ എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേദയെ ഇല്ലാതാക്കാനുള്ള കുബുദ്ധി ഉണ്ടായത്? ആ ബുദ്ധി ഞാൻ എടുക്കുവാണ്, അവൻ പറഞ്ഞുകൊണ്ട് ഏതൊക്കെയോ വയറുകളെടുത്ത് അവരുടെ തലയിലും കയ്യിലും കാലിലും വിരലുകളിലുമായി ഘടിപ്പിച്ചു. സുമ പേടിയോടെ അവനെ നോക്കി വേണ്ടെന്നുപോലെ തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാട്ടിക്കൊണ്ടിരുന്നു. അവരുടെ വായിൽ വെച്ച ആ കട്ടിയുള്ള സാധനം അവരുടെ ശബ്ദം പോലും പുറത്തേക്ക് വരാതെ തടഞ്ഞു. അർജുൻ വന്യമായ ഭാവത്തോടെ അവരെ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് കയ്യിൽ പിടിച്ച് ആസ്വദിച്ചമർത്തി. സുമയുടെ ദേഹത്തേക്ക് വൈദ്യുത പ്രവാഹം ശക്തമായി കടന്നു ചെന്നു. അവർ വിറച്ച് വിറച്ച് കണ്ണുകളെല്ലാം തള്ളി വായിൽ നിന്നും നുരയും പതയുമായി ആ ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങി. കൈകൾ വില്ലുപോലെ നിവർന്നു വിളറി വെളുത്തൊന്നിനുമാകാതെ കിടന്നു. അവരുടെ മാറ്റം കണ്ടുകൊണ്ട് അർജുൻ അത് ഓഫ് ചെയ്തു. സുമ ശാന്തമായി അതിലമർന്നു കിടന്നിട്ട് അർജുൻ അവരെ നോക്കി ചുണ്ടുകൊട്ടി ചിരിച്ചു. ഗാർഡ്സിനെ എന്തൊക്കെയോ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് അർജുൻ ഹരിയെയും കൂട്ടി അവിടെ നിന്നിറങ്ങി. അർജുനും ഹരിയും അവിടെ നിന്നും നേരെ ആദ്യം പോയത് വീട്ടിലേക്കായിരുന്നു. ഒന്ന് കുളിച്ച് മൈൻഡെല്ലാം ഓക്കെ ആയതിനു ശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതുവരെ നടന്നതിനെ കുറിച്ച് വേദയോ മിഴിയോ ഒന്നും തന്നെ അറിയരുതെന്ന് അവരിരുവരും ഉറപ്പിച്ചിരുന്നു. ഹരിയേട്ടാ, മിഴി ഹരിയെ കണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. ഹരി അവളുടെ പൊട്ടിയ കയ്യിൽ ഒന്ന് തലോടി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മയങ്ങിക്കിടക്കുന്ന വേദയെ നോക്കി. വേദയെ ഇങ്ങനെ കാണി അർജുനും ഹരിക്കും വീണ്ടും ദേഷ്യം കൂടി വന്നു. ഹരി ചെന്ന് വേദയുടെ തലയിൽ പതിയെ തലോടി ആ നെറ്റിയിൽ ഒന്ന് ചുണ്ടു ചേർത്തു. അർജുനപ്പോഴും അവളെ നോക്കി നിന്നതേയുള്ളൂ. വേദ കണ്ണു തുറന്നു അവനെ നോക്കി പുഞ്ചിരിയോടെ വിളിച്ചു. ഹരി പതിയെ മൂടി. എപ്പോന്നു? വേദ ചോദിച്ചുകൊണ്ട് അർജുനെ നോക്കി. അവന്റെ കണ്ണുകളിൽ പറയുന്നുണ്ട് അവന്റെ മനസ്സ്. വേദ അവനിൽ നിന്നും നോട്ടം മാറ്റി. വന്നു, ഹരി അത്രമാത്രം പറഞ്ഞുകൊണ്ട് മിഴിയെ നോക്കി. റെസ്റ്റ് എടുക്കിച്ചു, ഞങ്ങളിപ്പോ വരാം, ഹരി പറഞ്ഞുകൊണ്ട് അർജുനെ ഒന്ന് നോക്കി മിഴിയുമായി പുറത്തേക്ക് പോയി. ദേവേട്ട, വേദ അവനെ നോക്കി വിളിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റിരുന്നു. നേരെയിരുന്നു അവനെ നോക്കും മുന്നേ അർജുന്റെ കൈ അവളുടെ കഴുത്തിൽ മുറുക്കി. ആ! വേദ പേടിച്ചു. പൊന്നു മോളെ, പറഞ്ഞതല്ലേ ഞാൻ, പറഞ്ഞല്ലേ ഞാൻ വരാതൊന്നും ചെയ്യരുതെന്ന്. അർജുന് ദേഷ്യവും വിഷമവും ഒരുപോലെ വന്നു. വേദ കണ്ണു നിറച്ചവനെ നോക്കിയത്. അർജുൻ കൈയെടുത്തുകൊണ്ട് അവളെ രൂക്ഷമായി നോക്കി. ദേഷ്യപ്പെടല്ലേ ദേവേട്ട, അപ്പോ സുമയാന്റി ആയതുകൊണ്ടാ ഞാൻ സോറി. വേദ അവനോട് പതിയെ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ വേദ, പറഞ്ഞില്ലേ ഞാൻ വന്ന് ഫോൺ ചെയ്യാതെ വാതിൽ തുറക്കരുതെന്ന്. എന്നെ അനുസരിക്കുന്ന കാര്യം നീ മറന്നോ? അർജുൻ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. മറന്നിട്ടൊന്നുമില്ല ദേവേട്ട, സോറി, കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ, ക്ഷമിക്ക്. വേദ അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ആ കൈകളിൽ പിടിച്ചു. ഒന്നും സംഭവിക്കാത്തതാണ് ഈ കിടപ്പല്ലേ? അർജുൻ തിരികെ ചോദിച്ചു.
വേദ അവനിൽ നിന്നും നോട്ടം മാറ്റിയിരുന്നു. ഇനിയും സംസാരിച്ച അവന്റെ ദേഷ്യം കൂടുമെന്ന് അവൾക്കറിയാം. ഇരുവരും മൗനമായി തന്നെയിരുന്നു. ജഗൻ, ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞേക്ക് ഡോക്ടറിനോട്. അർജുൻ ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേദയെ നോക്കി. വേദനയുണ്ടോ നിനക്ക്? അവൻ സൗമ്യമായി ചോദിച്ചു. ചെറുതായിട്ട്, അവളും പറഞ്ഞു. ഇന്നുകൂടി അഡ്മിറ്റ് ആവണോ? അവൻ ചോദിച്ചുകൊണ്ട് കെട്ടിവെച്ച തലയിലൊന്ന് നോക്കി. വേണ്ട, വീട്ടിൽ പോകാം, അവളും പറഞ്ഞു. പിന്നെ ഒന്നും പറയാതെ അവൻ അവൾക്കൊപ്പം ഇരുന്നു.